ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ ടു തത്സമയം ശാലിനി. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ബിഗ് ബോസ് മലയാളം 7ാം സീസൺ തുടങ്ങുന്നതിനോടനുബന്ധിച്ച് ഒരു പ്രധാന അപ്ഡേറ്റുമായാണ് തത്സമയം ശാലിനി ഇന്ന് നിങ്ങളിലേക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ച ഒരു പ്രധാന ഇൻഫർമേഷൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബിഗ് ബോസ് കോമണർ ഓഡിഷൻ, ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കോമണർ എൻട്രി എങ്ങനെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആയിരിക്കും എന്നൊക്കെ അറിയാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക്, ബിഗ് ബോസ് ഫാൻസിലേക്ക് ഈ ഒരു വലിയ ഇൻഫർമേഷൻ ഞാൻ എത്തിക്കുകയാണ്. നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സെൽഫ് ഇൻട്രോ തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷിക്കും. ഓഡിഷനിലേക്ക് നിങ്ങളോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സെൽഫ് ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ ഇത്തവണയും 3 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന 64 MBയിലും കവിയാതെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന, ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടുള്ള, മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ യുണീക്ക് ആക്കുന്നത് എന്താണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അല്ലെങ്കിൽ കൺസേൺ സൈറ്റ് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആ ഒരു പ്രൊസീജിയറിലായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടിയിരിക്കുക. ഇതൊരു പ്രധാന ഓഡിഷനായി തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. 1, 2, 3 അങ്ങനെ 3 ലെവലുകളിലായിട്ടായിരിക്കും ഓഡിഷൻ നടക്കുന്നത്. നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുതകൾ അനുസരിച്ച് ആദ്യത്തെ ഓഡിഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും, എല്ലാ കോമണർ എൻട്രീസിനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിൽ നിന്നും ഏകദേശം 100 എൻട്രികളാണ് രണ്ടാമത്തെ സൂം ഓഡിഷനിലേക്ക് സെലക്ട് ആവുക എന്നറിയാൻ കഴിയുന്നു. ഈ സൂം ഓഡിഷനിൽ നിന്നും 3ാമത്തെ ലെവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വീണ്ടും ഫൈനൽ ഓഡിഷനിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയായിരിക്കാം എന്ന് കൂടി മനസ്സിലാക്കുകയാണ്. ഏകദേശം മെയ് 25 കൂടി തന്നെ കോമൺ ഓഡിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രൊമോ അല്ലെങ്കിൽ വീഡിയോ, നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ടെലിവിഷനിലൂടെ പബ്ലിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ നീണ്ടുപോയതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യത ടെലിവിഷനിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും മുൻപുള്ള സീസണിലെല്ലാം പറഞ്ഞിരുന്ന പ്രൊസീജിയേഴ്സിൽ ഒന്ന് കൃത്യമായി തന്നെ പറയാൻ സാധ്യതയുണ്ട്. 18 വയസ്സും അതിൽ മുകളിലേക്കും അങ്ങനെയുള്ളവർക്കായിരിക്കും മത്സരിക്കാൻ യോഗ്യതയുണ്ടായിരിക്കുക. തീർച്ചയായിട്ടും ഈ 100 എൻട്രീസും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോയെ അനുസരിച്ചിരിക്കും. 1ാമത്തെ ലെവലിൽ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു നോട്ടിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് നിങ്ങൾ സെലക്ട് ആയതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് 2ാമത്തെ ലെവലിലേക്കുള്ള ഒരു ഓഡിഷനിലേക്കുള്ള ഒരു എൻട്രി കോളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജസോ അല്ലെങ്കിൽ ത്രൂ ഇമെയിൽ മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യാൻ പറയുമായിരിക്കാം. അല്ലെങ്കിൽ കൺസേൺ സൈറ്റിലേക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അഡ്രസ്, കോൺടാക്ട് നമ്പർ വഴി അവർ നിങ്ങളെ സമീപിച്ചേക്കാം. ലെവൽ 1ൽ നിന്നും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം 2ാമത്തെ ഓഡിഷനിലേക്ക് പ്രത്യേകിച്ച് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മെയിൽ ചെയ്യുന്ന ഇമെയിൽ IDയിലേക്കോ മറ്റ് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കോ വന്നുകൊള്ളണമെന്നില്ല എന്നാണ് എടുത്തു പറയുന്നത്. അതായത് നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ മാത്രം 2ാമത്തെ ലെവലിലേക്ക് നിങ്ങൾക്കൊരു കോളോ ഒരു ബാക്കപ്പ് മെയിലോ മെസ്സേജോ വരുന്നതാണെന്നാണ്. 3ാമത്തെ ഓഡിഷൻ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അറിയാനുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും. മുൻപുള്ള സീസണുകളിൽ നടന്ന പോലെ തന്നെ കൊച്ചിയിലായിരിക്കാം ഓഡിഷൻ നടക്കുന്നത്. എന്തായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന മറ്റു വീഡിയോകളിലൂടെയോ ഏഷ്യാനെറ്റിന്റെ പ്രൊമോയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. ബിഗ് ബോസിന്റെ പ്രേക്ഷകർ വളരെ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ, യാത്രയിലായതുകൊണ്ടും ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു തിരക്കിനിടയിൽ ഈ സറൗണ്ടിങ്സിലുള്ള വോയിസും കാര്യങ്ങളും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പ്രേക്ഷകർ സദയം ക്ഷമിക്കണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യാണ്.